ഇന്ന് നമുക്ക് ദോശമാവ് വെച്ചിട്ട് വെറും 5 മിനിറ്റിൽ ഒരു തക്കാളി ദോശ റെഡിയാക്കി എടുത്താലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 കപ്പ് പൊളിച്ചു പൊങ്ങിയ ദോശമാവ് എടുത്തിട്ടുണ്ട്. അല്ലാണ്ടെങ്കിൽ ബാക്കി വന്ന ദോശമാവ് എടുത്താലും മതി. ഇനി ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തക്കാളി വലുതാണെങ്കിൽ 1 ചേർത്തി കൊടുക്കുക, ഇല്ലാണ്ടെങ്കിൽ 2 ചെറിയ തക്കാളി ചേർത്തി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു സവാളൻ്റെ ചെറിയൊരു സവാള എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗവും ഒരു 3-4 ചെറിയുള്ളിയും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇഞ്ചിൻ്റെ ഒരു ചെറിയ കഷ്ണം ചേർത്തി കൊടുക്കുക. കൂടി പോവാതെ നോക്കണേ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളകും ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്തിയിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തുമ്പോൾ നമ്മൾ ദോശമാവിൽ ഉപ്പ് ചേർത്തിയതാണെങ്കിൽ അതിൽ ഉപ്പ് കുറക്കാം. അപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ആ അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഈ ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ കുറച്ച് മല്ലിയിലും കറിവേപ്പിലും ചെറുതായി കട്ട് ചെയ്തും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനുള്ള പാന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നെയ്യോ ഓയിലോ ഏതെങ്കിലും ഒന്ന് ചേർത്തിയിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ദോശമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ നമുക്കൊരു തക്കാളി ദോശ റെഡിയാക്കി എടുക്കാം. അപ്പം നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ദോശ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.